കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിതിനെ ഒരുവിധം നല്ല രീതിയിലൊക്കെ ഓടിപ്പിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു. നിധി ഓടിക്കുന്നുണ്ടായിരുന്നു നികേഷ് ബാക്കിലിരുന്നിട്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷിനെ കാണിക്കുന്നത് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വെരികിനെ പോലെ പാഞ്ഞു നടക്കണം. ഭയങ്കര ടെൻഷൻ, എന്താണ് ഏതാണെന്നൊന്നും മനസ്സിലാവണില്ല ആകെ. അപ്പം അച്ഛൻ ഇങ്ങനെ ഒന്ന് ചിരിക്കുന്നുണ്ട്. നിങ്ങളെന്തെങ്കിലും ചിരിക്കണേന്ന് ചോദിക്കും. എന്നിട്ട് അങ്ങടും ഇങ്ങോട്ടും ഒക്കെ അച്ഛൻ്റെ അടുത്തേക്കൊക്കെ ചെല്ലുമ്പോൾ മെമ്പെ നെഞ്ചത്തോട്ട് കയറുന്നൊക്കെ സുധീഷ് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. എടാ, നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടണമെന്ന് ചോദിക്കും. നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടെ നിന്ന് വീഡിയോ വലിക്കാൻ? ഇവിടെ വീഡിയോ വലിക്കുമ്പോഴൊക്കെ നിറയെ പുകയല്ല, മഞ്ഞ് എന്നറിയും. ഒന്നും മയത്തി തള്ളടാ. നീ അവളെ കല്യാണം കഴിച്ചുകൊണ്ടിട്ട് എത്ര മാസമായടാ, എന്നിട്ട് നിനക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഇപ്പം എനിക്ക് തോന്നണേ സുഭാഷിനെ അവൾ കാണുന്നത് സ്വന്തം ചേട്ടനായിട്ടാണ്, മൂത്ത ചേട്ടനായിട്ടാണ്. ഹരീഷിനെ നികേഷിനെ കാണുന്നത് അനിയന്മാരായിട്ടു. നിന്നെ കാണുന്ന അങ്ങനെ തന്നെയുണ്ടാ. നീ നോക്കിക്കോ, ലാസ്റ്റ് നിങ്ങൾ 4 ആങ്ങളമാരും കൂടി ഒരേ ഒരു പെങ്ങള് അവൾക്ക് നല്ലൊരു ചെക്കനെ കണ്ടെത്തി നിങ്ങൾ തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ടി വരും. ആ, ഭാഗ്യം ചെയ്ത പെൺകുട്ടി എന്നൊക്കെ പറയും. അതും കൂടെ കേട്ടോടൊരു സുധീഷിന് നിൽക്കളിയില്ലാണ്ടാവും. എന്നെ അതിന് സഹോദരനായിട്ട് കാണണം, നിങ്ങൾക്കൊരു ഭ്രാന്തുണ്ടോയെന്നൊക്കെ ചോദിക്കും. ഭ്രാന്തല്ലടാ, ഇപ്പം നീ അവൾക്കൊരു സ്കൂട്ടി വാങ്ങി കൊടുത്തു. അത് ഓടിക്കാൻ അവൾ ആരെ കൊണ്ടുപോയേ? അനിയനെ കൊണ്ടുപോയി. നിന്നെ എന്താ വിളിക്കാഞ്ഞേ? അപ്പോൾ അവൾ നിന്നെ എങ്ങനെ കാണുന്നത്? നിന്നെ അവൾ പ്രത്യേകിച്ച് ഒരു രീതിയിലും കാണില്ല. ഭർത്താവായി കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ മനസ്സിലൊരു തരി സ്ഥാനമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ അവൾ വിളിക്കുമായിരുന്നില്ല എന്നൊക്കെ ചോദിക്കും. അത് കേട്ടോടുകൂടി സുധീഷിന് അങ്ങോട്ട് തലയ്ക്ക് ഭ്രാന്തായി. സുധീഷ് നേരെ ചെല്ലും ഗ്രൗണ്ടിലേക്ക്. അവിടെ ചെന്നിട്ട് മര്യാദയ്ക്ക് ഓടിച്ചിരുന്ന ആൾക്കാരെ കൈ കാണിച്ച് നിർത്തി, ഇങ്ങനെയൊന്നല്ല ഓടിക്കാടാ, ഇങ്ങനെ ഉണ്ടാ നീ ഓടിപ്പിച്ച് പഠിപ്പിക്കണേ? എന്തേ ഇങ്ങനെ തന്നെയല്ലേ ഓടിക്കാന്ന് പറയും. നിർത്തുന്ന് പറയും. നിധിയോട് ഇറങ്ങാൻ പറയും. എന്നിട്ട് സുധീഷ് കയറും. ഇവനെ പഠിപ്പിച്ചത് ഇങ്ങനെയൊന്നുമല്ല, ഞാൻ പറഞ്ഞു സുധീഷ് ഏട്ടനാണ് എന്നെ പഠിപ്പിച്ചതെന്നൊക്കെ. എന്നാലും കയറുമെന്ന് പറയും. അങ്ങനെ നിധി മടിച്ച് കയറ് എന്ന് പറയും. തോളി പഠിച്ചോ, ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചു തരാം, രണ്ടാമത്തെ നിധിക്ക് ഓടിക്കാൻ പറ്റും ഉറപ്പായിട്ടെന്ന് പറയും. അങ്ങനെ മനസ്സോടെ തോളിൽ കൈ വയ്ക്കും. അപ്പോൾ നമ്മുടെ നികേഷ്, ഈ സുധീഷേട്ടൻ്റെ ഒരു കാര്യം എന്നിങ്ങനെ മനസ്സിൽ പതുക്കനെ പറഞ്ഞ് ചിരിക്കുന്നു. ഒരു റൗണ്ട് മുഴുവനും സുധീഷ് നിധിനെ വെച്ച് ഓടിക്കും. അതിനുശേഷം നിധിയോട് കയറിയിരിക്കാൻ പറയും. ഇല്ല, ഞാൻ നികേഷ് പഠിപ്പിച്ചോളൂ, എനിക്ക് ഒറ്റയ്ക്ക് അറിയില്ല എന്നപ്പോൾ കയറി ഞാൻ പറഞ്ഞു തരാമെന്ന് പറയും. എന്നിട്ട് പറഞ്ഞൊക്കെ കൊടുക്കും. ഇതൊക്കെ എനിക്ക് നികേഷ് പറഞ്ഞിട്ടുണ്ടായിന്ന് പറയും. എന്നിട്ട് അങ്ങോട്ട് തള്ളി അങ്ങോട്ട് വിടും. നിധി പോയി ഒരു പുല്ലിൽ ചെന്ന് വീഴും. അപ്പോഴത്തേനും പന്തികേട് തോന്നിയ നികേഷ് ഓടിച്ചെല്ലും, സുധീഷും ചെല്ലും. കൈയൊക്കെ പൊട്ടും. ഏട്ടൻ എന്ത് പണിയാണ് ചെയ്തത്? ഏട്ടൻ എന്തിനാ ആക്സിലേറ്ററൊക്കെ തിരിച്ചു കൊടുത്തത്? ഏട്ടത്തിനും ഞാൻ മര്യാദയ്ക്ക് പഠിപ്പിച്ചാലേ, നിങ്ങൾ എന്തിനും ഇങ്ങോട്ട് വന്നേനൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടു. അതന്നെ, ഞങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചിരുന്നതാണ്, ഇപ്പം എൻ്റെ മനസ്സമാധാനം പോയി, ഇനി ഞാനില്ല ഇന്നത്തെ ദിവസം. നികേഷ് ഞാൻ വീട്ടിൽ പോകുന്നു പറയും. ഏട്ടത്തി എന്നാൽ കയറി, ഞാൻ കൊണ്ടാക്കാം. ഇല്ലടാ, ഞാൻ ഇതിൽ നിന്ന് കയറുന്നില്ല, എൻ്റെ മൂഡ് പോയി എന്ന് പറയും. അയ്യോ, ഞാൻ തട്ടിയിട്ടല്ല നിധി, തട്ടിയിട്ടല്ല, നിങ്ങൾ മിണ്ടാണ്ട് പോന്നോട്ടെ എൻ്റെ കൂടെ, ഞങ്ങൾ മര്യാദയ്ക്ക് പോയതെന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും വേണ്ട, മിണ്ടാണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞ് നിധി ദേഷ്യത്തോടെ പോകും. ഒന്ന് ഭാസ്കരൻ നോക്കുമ്പോൾ 3 പേരും കൂടെ വരുന്നേ. നിധിന് ഈ ഞൊണ്ടി വരുന്നു. എന്താ മോളെ, കാലിനൊരു വലിച്ചപ്പ്, വണ്ടി വന്ന് വീണോ? ആ വീണു. അത് സാരില്ല മോളെ, വണ്ടി വന്ന് വീണിട്ട് പഠിക്കണം, അതാ നല്ലതെന്ന് പറയും. എന്തായാലും മോള് അകത്ത് പോയി വല്ല ഓയിൽമെൻറ്റൊക്കെ പറ്റുമെന്ന് പറയും. ഞാൻ അകത്ത് ചെന്ന് കസേരയിലിരിക്കും. അപ്പോൾ സുഭാഷ് വരും. എന്താ മോളെ, കൈ പൊട്ടിയിട്ടുണ്ടല്ലോ, മോള് വീണോന്ന് ചോദിക്കും. ആ വീണ്. അപ്പോൾ നികേഷ് പറയും, ഞാൻ മര്യാദയ്ക്ക് ഏട്ടത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ സുധീഷ് ഏട്ടൻ വന്ന് തള്ളിയിട്ട്. ഞാനവിടെ ചെറുക്ക ആവശ്യമില്ലാത്ത പറയരുതിട്ടാന്ന് പറയും. നീ എന്തിനാടാ അങ്ങോട്ട് പോയെന്ന് ചോദിക്കും. അപ്പോൾ നിധി പറയും, ഇല്ല ഏട്ടാ, ഞാൻ വണ്ടിയിൽ നിന്നൊന്ന് വീണതെന്ന് പറയും. ഞാൻ തള്ളിയിട്ടല്ല എന്ന് പറയും. ഇപ്പം വെറുതെ പറഞ്ഞാൽ നികേഷിനെ കുറ്റം പറയും. അപ്പം നിധി പറയും, അത് ശരി, ഞാൻ സംഭവിച്ചത് പറയണ്ടെന്ന് വിചാരിച്ചപ്പോൾ സാമർത്ഥ്യം ഇങ്ങനെ വന്നതിനെ തള്ളിയിട്ടത് സുഭാഷ് ഏട്ടാ, ഞാൻ മര്യാദയ്ക്ക് നികേഷ് പറഞ്ഞതനുസരിച്ച് പേടിയൊന്നുമില്ലാണ്ട് ഓടിച്ചുകൊണ്ട് വരികയായിരുന്നു, എല്ലാം കൊള്ളാക്കി വന്നിട്ടെന്ന് പറയടാ. നിന്നോട് ആര് പറയണം അങ്ങോട്ട് പോകാൻ? നികേഷ് പഠിപ്പിച്ചോളൂ എന്ന് പറഞ്ഞതല്ലേ. എന്താ നികേഷ് പഠിപ്പിച്ച ഒരു കുഴപ്പമില്ല, ഞാനല്ലെങ്കിൽ നികേഷിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചു കൊടുത്തോണ്ട്, നീ എന്തിനാ അങ്ങോട്ട് പോകണേന്ന് നോക്കിയേ. നിങ്ങളോ എന്ന് ചോദിക്കും. നിധി, എൻ്റെ മോള് കൈ കഴുകിയിട്ട് വായോ, ഞാൻ ഓയിൽമെൻറ്റൊക്കെ പറ്റി തരാമെന്ന് പറയും. അങ്ങനെ സുധീഷ് ദേഷ്യം വന്നിട്ട് അച്ഛൻ്റെ ചാരുകസേര ചെന്ന് വീണ്ടും ഇരിക്കും. അപ്പം അച്ഛൻ വീണ്ടും ഭയങ്കര ചിരി. അപ്പം വീണ്ടും പറയുന്നത്, കണ്ടടാ, സുഭാഷിനെ മൂത്ത ഏട്ടനായിട്ടും മറ്റുള്ളവരെ സഹോദരന്മാരായിട്ടും കാണുന്നത് മനസ്സിലായെന്ന് പറയും. ഇത് ഇങ്ങ് മിണ്ടാണ്ട് കേട്ടോ, നിങ്ങളെ വാക്ക് വിശ്വസിച്ചിട്ട് ഞാൻ അവളെ എത്തിക്കാൻ അങ്ങോട്ട് ഓടിച്ചെന്നത്, അതുകൊണ്ട് പാകക്കോളായില്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ലടാ ചെറുക്ക, നീ നിൻ്റെ മിടുക്ക് കാണിക്കടാ എന്ന് പറഞ്ഞ് വീണ്ടും പരിഹസിക്കണേ. അപ്പോൾ അകത്താണെങ്കിൽ ചേട്ടൻ പറ്റിത്തരാം മോളെ, കുണ്ടാ കൈമല ഓയിൽമെൻറ്റ് പറ്റിത്തരാം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് വീണ്ടും അകത്തേക്ക് ചെല്ലും. എന്താ പറയും, മോള് പോയി കിടന്നോ, കുറച്ച് നേരം വിശ്രമിക്കുക, ആ വാതിലടച്ചോട്ടാന്ന് പറയും. ഇവൻ ചെല്ലണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്.
അങ്ങനെ നിധിയും റൂമിലേക്ക് പോയി വാതിലൊക്കെ അടയ്ക്കും. അങ്ങനെ സുഭാഷിനെ പിടിച്ചു വലിച്ച് സുധീഷ് കൊണ്ടുപോകുന്നത് വല്ലാണ്ട് ചേട്ടനും അനിയനും ആവണ്ടാട്ടാന്നറിയും. എന്താടാന്ന് ചോദിക്കും. അതെ, ഞാൻ ആ വണ്ടി ഓടിച്ചു കൊടുത്തത് എനിക്ക് അവളെ വണ്ടി ഓടിച്ച് പഠിപ്പിക്കാനും അവൾ തമ്മിൽ ഒരു ചെറിയൊരു ഇഷ്ടത്തിലൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ്. ഒരവസരവും നിങ്ങൾ എനിക്ക് തരുന്നില്ല എന്ന് പറയും. നിങ്ങൾ ചേട്ടനും അനിയന്മാരും കൂടിയിട്ട് അവളെ ചേട്ടനും അനിയന്മാരും നിങ്ങളാണ്, ഞാൻ ആരാണ് അവളെ എന്നൊക്കെ ചോദിക്കുന്നു. എടാ, ഞാനും അവളെ സഹോദരനാണോ എന്ന് ചോദിക്കും. അപ്പോൾ സുഭാഷ് ഇങ്ങനെ പൊട്ടിച്ചിരിക്കും. നിങ്ങളെന്താ ചിരിക്കുന്ന ചേട്ടാന്ന് ചോദിക്കും. എടാ, ഞാൻ അവളെ മൂത്ത ചേട്ടനാണ്. നികേഷും ഹരീഷും അവളെ അനിയന്മാരുമാണ്. നീ എങ്ങനെയാടാ അവളെ സഹോദരനാവണേ? നീയല്ല അവളെ കഴുത്തി താലി കെട്ടിക്കൊണ്ടുവന്നത്. എടാ, അപ്പം കൊച്ചിനൊരു കുറച്ച് സമയം കൊടുക്കടാ. നിന്നെ ഇപ്പോൾ അവളൊരു ഫ്രണ്ടായി കാണുന്നുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ അവൾ നിന്നെ ഭർത്താവായി കാണും, മനസ്സിലായില്ലേ എന്ന് പറയും. അതിന് ഇതിന് സമയം ചേട്ടാന്ന് പറയും. സമയമൊക്കെ ഉണ്ട്, അങ്ങനെയാണെന്ന് പറയും. നീ ആദ്യം തന്നെ നിന്റെ ധൃതിയും വെപ്രാളൊക്കെ മാറ്റി പതുക്കാനൊരു മര്യാദക്കാരനായിട്ട് നീ പെരുമാറാൻ നോക്ക്. അപ്പോൾ തന്നെ നിന്റെ പകുതി പ്രശ്നങ്ങൾ ഒഴിയും എന്നൊക്കെ പറയുന്നുണ്ട്. പ്രൊമോയിൽ കാണിക്കുന്നത് സുഭാഷിൻ്റെ പണിസ്ഥലത്ത് നിന്ന് പയ്യരെ സിസ്റ്റർ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് എന്തൊക്കെയോ ഹിന്ദിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ ആ ഹിന്ദിക്കാരനെ കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മുടെ സുഭാഷിൻ്റെ അച്ഛൻ, അതായത് ഭാസ്കരന് എന്തോ നിയന്ത്രണം വിടുന്നു. നികേഷിൻ്റെ അമ്മനെ ഓർത്തിട്ടോ എന്തോ ദേഷ്യത്തോടെ അതിനോട് പെരുമാറുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ തോമസ് ഏട്ടനാണ് സുധീഷിൻ്റെ വണ്ടിയുടെ ഡ്രൈവറെ, ഓണറെ. എന്തിനോ വണ്ടി ഓടിക്കാനാണോ എന്തിനാണെന്ന് അറിയില്ല, സുധീഷ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുധീഷിനോട് പറയുന്നത്, സുധീഷെ ഒരു കാര്യം പറഞ്ഞേക്കാം, അല്ലാണ്ട് തന്നെ നിന്നോട് എനിക്ക് ഇത്തിരി സ്നേഹം കൂടുതലെന്ന് പറഞ്ഞിട്ട് ആകെ പ്രശ്നമാണ്. അതിനിടയിൽ നീ ഇനിയിപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇനി വണ്ടിയുടെ കാര്യത്തിൽ നീ ഇനി വരണ്ട, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് വിഷമിപ്പിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. എന്തായാലും സുധീഷ് അത് കേട്ട് ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. കാരണം ഉണ്ടായ വരുമാനമാർഗം കൂടി നിലച്ച പോലെയായി. വണ്ടി എടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ബാക്കി ബാലൻസ് കൊടുക്കണം. അപ്പോൾ തോമസ് സാറിനോട് കുറച്ച് പൈസ കടം ചോദിക്കുക എന്ന് വിചാരിച്ചിട്ട് എങ്ങാണ്ടാണ് സുധീഷ് അങ്ങോട്ട് ചെന്നിട്ടുള്ളത്. എന്തായാലും അതും നടക്കൂല. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സുധീഷിനെ കാണിച്ചുകൊണ്ട് പ്രൊമോയുടെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.